ശ്രീ ആനന്ദ് കൊച്ചുകൂടി വീണ വിജയൻ നൽകിയ മൊഴിയിൽ SFIക്ക് നൽകിയ മൊഴിയിൽ തന്നെ അവർക്കുള്ള ഒരു കുരുക്കുണ്ടല്ലോ. സേവനങ്ങൾ നൽകിയതിന് ഒരു രേഖയും അവർ ഹാജരാക്കിയിട്ടില്ല. അല്ല, അത് നമുക്ക് തുടക്കം മുതൽ വ്യക്തമായിരുന്നു. ഇപ്പോൾ വീണ വിജയനും ആ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഈ കാര്യത്തിൽ ഞാൻ പണ്ട് ഇതിനു മുൻപ് മഞ്ജുഷിൻ്റെ കൂടെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കൈക്കൂലി വെളുപ്പിക്കൽ എന്ന ഒരു കുറച്ചുകൂടി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് കൈക്കൂലി കൊടുക്കുന്നത് അത് മകൾ വീണ വിജയന്റെ കമ്പനി വഴി അത് വെളുപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിനെ വൈറ്റ് മണി ആക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായി നടന്നിരിക്കുന്നത്. അതിന് വീണയുടെ IT പശ്ചാത്തലവും അവർക്ക് IT യിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്കൊരു കമ്പനി ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഈ കമ്പനി തന്നെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തിന്റെ എല്ലാം സ്രോതസ് ശശിധരൻ കർത്ത മാത്രമേ ഉള്ളൂ. മറ്റ് ഈ പണമൊക്കെ എവിടെ നിക്ഷേപിച്ചു, അല്ലെങ്കിൽ ഈ പണം ഈ വീണയുടെ മറ്റ് അക്കൗണ്ടുകൾ ഇനി അബുദാബിയിലോ അമേരിക്കയിലോ മറ്റ് സ്വിസ് ബാങ്കുകളിലോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചോദ്യം ബാക്കി നിൽക്കെ തന്നെ വീണ പ്രത്യക്ഷമായിട്ട് സർവീസ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ സർവീസ് കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു കമ്പനി ഈ ശശിധരൻ കർത്തായുടെ നമ്മുടെ കേരളത്തിലെ പൊതുമേഖലയ്ക്ക് 8% ഓഹരി പങ്കാളിത്തമുള്ള ശശിധരൻ കർത്തയുടെ CMRL മാത്രമാണ്. എന്നാൽ സേവനമൊന്നും കൊടുത്തിട്ടില്ല. ഒരു ERP സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനാണ് ഇവർ ഇത്രയും കാലം അതിന്റെ കൂടെ ഈ സേവനം കൊടുക്കുന്നതിന്റെ കൂടെ പ്രവർത്തിച്ചത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഉണ്ടായതുമില്ല. എന്നിട്ട് നിലവിലുണ്ടായിരുന്ന ഒരു ERP ഉപയോഗിക്കുവാനുള്ള ഉപദേശം നൽകി അവർ മടങ്ങി. അതെ, അതിന്റെ അർത്ഥം ഇവർ ഈ ചെയ്തതെല്ലാം ഒരു എന്താ പറയുന്നത്, ഇത് വെറുതെ പറ്റിക്കാനുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. ഇത് ഈ ആരെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് പിടിച്ചു നിൽക്കാൻ പോലുമുള്ള ഒരു എന്താണ് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തരത്തിലാണ് ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ വീണ വിജയന്റെ ഇപ്പോഴത്തെ ഈ റെയ്ഡിൽ കണ്ടെത്തിയ നിക്ഷേപങ്ങളും അല്ലെങ്കിൽ മറ്റ് ആദായ നികുതിയൊന്നും കൊടുത്തിട്ടാണെങ്കിലും കൊടുക്കാതെയാണെങ്കിലും അവർ ഉണ്ടാക്കിയ ഈ സമ്പത്തിന്റെ എല്ലാം സ്രോതസ്, സ്വത്തിന്റെ എല്ലാം FDയുടെ എല്ലാം സ്രോതസ് അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം അവർ ഇത്രയും കാലം ജോലി ചെയ്ത ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിനേക്കാൾ ഉപരി അത് അവർക്ക് FD ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഈ പിണറായി വിജയൻ എന്ന പിതാവിന്റെ, ഇത് ഈ ശശിധരൻ കർത്തയുടെ കൂടാതെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ സാന്താ മോണിക്കയുടെ ആണെങ്കിലും മറ്റ് ഏത് കമ്പനി ആണെങ്കിലും ഈ വീണ വിജയന് ഏത് തരത്തിലാണ് ഇങ്ങനെ പൈസ കിട്ടിയിരുന്നത്, ഡൊണേഷനായിട്ടാണോ എന്ത് രീതിയിലാണോ കിട്ടിയിരുന്നത്, ഇതെല്ലാം ഇനി പുറത്തു വരേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കോടതിയുടെ ഒരു ബലത്തിലാണ് ഇത്രയും കാലം ഇവർ പിടിച്ചു നിന്നത്. പിന്നെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരും കുറച്ചൊക്കെ ഇതിൽ ഒരു ലാഘവത്വം കാണിച്ചു. കാരണം നമുക്കറിയാം ഈ കേസ് ആദ്യം പുറത്തു വരുന്നത് ഇൻകം ടാക്സിന്റെ ഒക്കെ നടപടി ഉണ്ടാകുന്നതിന് ശേഷം 2019 ശേഷം ഇത് പുറത്തു വരുന്നത് മലയാള മനോരമയിൽ ഒരു റിപ്പോർട്ട് വരുമ്പോഴാണ് ഈ കാര്യം കേരളത്തിൽ ഇത് പൊതുജന സമക്ഷം വരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഇതിൽ ROCയുടെയും പിന്നെ അതിനുശേഷം SFIയുടെയും ഇപ്പോൾ അവസാനം EDയുടെയും പരിശോധനകളും അവരുടെ അന്വേഷണങ്ങളും ഇപ്പോൾ SFIയുടെ കുറ്റപത്രം ഉൾപ്പെടെ ഉള്ളത്. ഇപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇനിയിപ്പോൾ ഈ കേസിൽ കൂടുതൽ വീണയ്ക്ക് കുരുക്ക് മുറുകാൻ പോകുന്നത്. രാഹുൽ, താങ്കളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. താങ്കൾ അതിൽ പറഞ്ഞിരുന്നത് ഇവിടെ പിണറായി വിജയനെ വേട്ടയാടുകയാണ് എന്നാണ്. പക്ഷേ എന്ത് വേട്ടയാടലാണ് ശ്രീ രാഹുൽ ഈശ്വർ നടക്കുന്നത്? രാഷ്ട്രീയമായ വേട്ടയാടലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ CMRലുമായി എക്സാലോജി കരാറുണ്ടാക്കി, വീണ വിജയൻ കരാറുണ്ടാക്കി, രണ്ടുപേർക്കും കൂടി 8 ലക്ഷം രൂപ ഓരോ മാസവും കിട്ടുന്നു. ഒരു വർഷം 96 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് നേരിട്ട് കൈക്കൂലി കൊടുക്കാതെ ഇത് അതിനുവേണ്ടി എങ്ങോട്ടെത്തുമോ അങ്ങോട്ട് എത്തിക്കുവാൻ വേണ്ടി സുതാര്യമായ ഒരു മാർഗം തിരഞ്ഞെടുത്തു എന്ന് തന്നെയല്ലേ പറയാൻ കഴിയുന്നത്? അതല്ലാതെ ഇതിന് പിന്നിൽ എന്താണ്? അവർക്കുള്ള വൈദഗ്ധ്യം ഈ രംഗത്ത് ഇല്ല. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.